ഹലോ, അപ്പോൾ നമ്മൾ എന്നത്തെയും പോലെ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി. ഇപ്പോൾ പൊന്നൂസിൻ്റെ മുഖം ഇതാ വാടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എവിടെ പോകുന്നു നിങ്ങൾക്ക് സങ്കടമാണ്. അങ്ങനെ നമ്മളിതാ പാലക്കാട് വന്നെത്തി, ബസ് കിട്ടി. നമ്മൾ നേരെ പോയിരുന്നത് തൃശ്ശൂർക്കാണ് കേട്ടോ. കാരണം ഒരേടി എനിക്ക് ബസ്സിലിരിക്കാൻ വയ്യ, ബസ് എടുത്തിട്ടില്ല. രാത്രി തന്നെ പോവുകയാണ്, കാരണം നമുക്ക് രാവിലെയാണ് MRI 8 മണിക്ക് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മളിതാ തൃശ്ശൂർ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നില്ല, ഒരു ചായ കുടിച്ച് നല്ല തലവേദന. ഇക്ക എവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, പക്ഷേ എന്നെ കൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ അടുത്ത കാപ്പി പോയി കുടിച്ച് എന്നിട്ടും ഇക്ക എണീറ്റില്ല. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ റെസ്റ്റ് ചെയ്ത് 4 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ കണ്ണ ബസ്സിൽ നമ്മൾ എറണാകുളം വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു കേട്ടോ. അവിടെയൊക്കെ നല്ല റൂട്ടിലൊക്കെ നല്ല വെള്ളമായിരുന്നു. നമ്മുടെ പാലക്കാട് നിന്ന് വരുമ്പോൾ പാലക്കാട് മഴ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഓട്ടോ പിടിച്ച് നേരെ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിലോട്ട്. നമുക്ക് അവിടെ ലിസ്റ്റ് കാണിച്ചതും അവർ അകത്ത് കയറാൻ സമ്മതിച്ചു. അതൊരു സമാധാനമായി. റേഡിയോളജിക്ക് പോയി, എപ്പോഴാണ് തുറക്കാമെന്ന് അറിയില്ലല്ലോ, പോയി അന്വേഷിച്ചു. അപ്പോൾ ഏകദേശം 7 മണിയൊക്കെ കഴിയുമെന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും അവിടെ കിടന്ന് ഇക്ക ഉറങ്ങി. എനിക്ക് ഉറക്കം വരുന്നില്ല. നേരെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോകുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ രാത്രി നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പ്, എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങി കഴിക്കാം എന്ന് പറഞ്ഞ് പോകുന്ന പോക്കാണ്. ഈ പരിസരമെല്ലാം കണ്ടപ്പോൾ പഴയ അതായത് പഴയത് 2 വർഷം മുമ്പ് അവിടെ താമസിച്ചൊക്കെ ഓർമ്മ വന്നിട്ട്. അങ്ങനെ നമുക്ക് കിട്ടിയത് വെള്ളയപ്പാണ്. എനിക്കിഷ്ടമല്ല, പക്ഷെ നിവൃത്തിയില്ല, തിന്നേ പറ്റൂ. നല്ല വിശപ്പുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഇവിടെ വന്ന് അപ്പോഴേക്കും കൗണ്ടറൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ഓപ്പൺ ആക്കി നമ്മൾ ബില്ല് അടച്ചു. കയ്യിൽ കെട്ടണ്ടൊക്കെ തന്നു. 2ാമത്തെ MRI ആണ് ഇക്കാടെ. അപ്പോഴേക്കും ഒരു കുട്ടി വന്ന് നമ്മളെ അങ്ങനെ കൊണ്ടുപോയി, ഇക്കാനെ ഉള്ളിൽ കൊണ്ടുപോയി. ഞാൻ ഇവിടെ ഇരുന്ന് പിന്നെ ഇനി ഇക്കാക്ക് ഇഞ്ചക്ഷനാണ്, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഇനി പോയി കയ്യിൽ സൂചി ഇടണം. 2 ഇഞ്ചക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇക്കാക്ക് MRI ചെയ്യുക കേട്ടോ. കയ്യിൽ 2 എണ്ണം ഇടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് കഴിഞ്ഞ് വന്ന് ഇരിക്കുകയാണ് ആൾ, അടുത്തതിന് വേണ്ടി വെയിറ്റിങ്. പിന്നെ അങ്ങനെ ഇക്കാനെ ഉള്ളിലാക്കി എന്നെ അങ്ങോട്ട് പുറത്താക്കി. എന്നെ മാത്രമല്ല കൂടെ വന്ന എല്ലാവരെയും പുറത്താക്കി. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നിരന്നിരുന്ന് അതൊക്കെ കഴിഞ്ഞ് ഇക്ക വെളിയിലോട്ട് വന്നിട്ടാ കഴിഞ്ഞു. MRI കഴിഞ്ഞ് വരുന്നു. ഇനി ഡ്രസ്സൊക്കെ മാറ്റി പുറത്ത് വരും. റിപ്പോർട്ട് നമുക്ക് ഏകദേശം നല്ല പോലെ വൈകി. നമ്മളിതാ നേരെ ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് അവിടെ അപ്പോയിൻമെൻ്റ് എടുത്തു. ഇവിടെ വെയിറ്റ് ചെയ്താൽ പറ്റൂല എന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകുന്നു കേട്ടോ. റിപ്പോർട്ട് വരുന്ന വഴിയില്ല. പോയി ചോദിച്ചു, ഒരു 5 പ്രാവശ്യം ഞാൻ പോയി ചോദിച്ചിട്ടുണ്ടാവും. എന്നിട്ടും അവർ ആയില്ല എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ വന്ന് 2 പൊറോട്ടയും കുറച്ച് കറിയൊക്കെ വാങ്ങിച്ച് തട്ടിയിട്ട് പൊറോട്ട കഴിച്ചതൊക്കെ നന്നായി. രാത്രി വൈകി എത്തുമ്പോൾ വിശപ്പ് കുറഞ്ഞു. അങ്ങനെ നമ്മുടെ റിപ്പോർട്ടുമായി വന്നിട്ടുണ്ട്. അത് വാങ്ങിച്ച് നേരെ ഡോക്ടറെ അടുത്ത് എത്തുമ്പോൾ ഏകദേശം 3:55 ആയിട്ടാ. ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ കണ്ട വിവരങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ടാറ്റാ.